ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കാർഷിക വിളയായി ഏക്കർ കണക്കിന് ഈ ആത്തമരം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ വീട്ടുപറമ്പുകളിൽ അവിടെവിടെയായി തനിയെ വളരുകയോ അല്ലെങ്കിൽ നട്ടു വളർത്തുകയോ ചെയ്യുന്ന മരമാണല്ലോ ഈ ആത്തമരം. അങ്ങനെ തനിയെ മുളച്ചു വളർന്ന 5-6 മരങ്ങളിലാണ് ഈ മൂപ്പത്തിയതും മൂപ്പത്താത്തതുമായ ആത്തച്ചക്കകൾ. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് മൂപ്പത്തിയ പഴങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ പുറന്തൊലിയിലെ ചുവന്ന നിറം തന്നെ. അതിലൊന്നാണ് ഞാൻ പറിച്ചെടുത്തത്. മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ ശാഖയിൽ ചുറ്റി അത് വലിച്ചെടുക്കണം. ഈ ആത്തച്ചക്കയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിൽ ഈ ധാതുലവണങ്ങളായ കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, കരോട്ടിൻ, വിറ്റമിൻ എന്നിവ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ പോഷക ഗുണങ്ങളുടെ കലവറയായ ആത്ത നമ്മുടെ വീട്ടുവളപ്പിൽ യാതൊരു പ്രയാസവും കൂടാതെ വളർത്താവുന്നതാണ്. മാത്രമല്ല, മൂപ്പത്തിയ കായ്കൾ ഈ പറവകൾ, വവ്വാൽ പോലുള്ള ജീവികളിൽ നിന്ന് സംരക്ഷിച്ചു വെക്കേണ്ടതും അത്യാവശ്യമാണ്. അങ്ങനെ സംരക്ഷിച്ചു വെച്ച പഴങ്ങളാണ് ഈ വീട്ടുമുറ്റത്തെ ആത്തമരങ്ങളിൽ കാണുന്നത്. Thank you for watching.